Entropy. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിസോർഡർനെസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റം എത്രമാത്രം ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു മെഷർമെന്റ് ആണ് എൻട്രോപ്പി. ഫോർ എക്സാമ്പിൾ ഒരു പാത്രത്തിൽ നിങ്ങൾ കുറച്ച് ഐസ് എടുക്കുക, നെക്സ്റ്റ് വാട്ടർ, കുറച്ച് വെള്ളം എടുക്കുക, സ്റ്റീം എടുക്കുക. സ്റ്റീം മീൻസ് വാട്ടർ വേപ്പേഴ്സ് ആണ്. അങ്ങനെ ആകുമ്പോൾ വാട്ടർ വേപ്പേഴ്സ് ഇങ്ങനെ റാൻഡം മോഷനിലായിരിക്കും. ഇവിടെ ആകുമ്പോൾ കാര്യമായിട്ടുള്ള റാൻഡം മോഷൻ ഇല്ല, പക്ഷെ എന്നിരുന്നാലും മോഷൻ ഓഫ് മോളിക്യൂൾ ഇസ് ദ വാട്ടറിലാണെങ്കിലും. ഇവിടെ ആകുമ്പോൾ അഗെയിൻ മോഷൻ ഈസ് വെരി ലെസ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് യു നോ ദാറ്റ് ഈ കേസിൽ എൻട്രോപ്പി ഷുഡ് ബി വെരി മച്ച് ഹൈ ആണ്. അവിടെ റാൻഡം മോഷൻ ആണ്, അല്ലെങ്കിൽ ഡിസോർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത്. ഈ കേസിൽ എൻട്രോപ്പി ഈസ് ഹൈ ആണ്. ഇതിനേക്കാളും കുറച്ച് കുറവാണ് വെള്ളത്തിന്, അതിനേക്കാളും കുറച്ച് കുറവാണ് ഐസിന്. ജനറലി വി ക്യാൻ സേ ദാറ്റ് ഗ്യാസ് ഹാവ് മോർ എൻട്രോപ്പി ദെൻ ലിക്വിഡ്, then liquid have more entropy than gas, then solid ആണ്. ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് എൻട്രോപ്പിയുടെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി എൻട്രോപ്പിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രോപ്പിയെ ഡിഫൈൻ ചെയ്യുക അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കാര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ് റൂമിൽ 3 കുട്ടികൾ നേരിക്കുക. ഒരു ബെഞ്ചിൽ 3 കുട്ടികൾ ഇരിക്കുന്നുണ്ടെന്ന് കാര്യം വിചാരിക്കുക. ഒന്നാമത്തെ കുട്ടിയുടെ പേര് എ, നെക്സ്റ്റ് വൺ ഈസ് ബി, നെക്സ്റ്റ് വൺ ഈസ് സി ആയിക്കോട്ടെ. എ കുട്ടിയുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഈ കുട്ടികളെ ക്ലാസ് റൂമിൽ എനിക്ക് ഇങ്ങനെ ഇരുത്തിക്കാം. ആദ്യം എ, ദെൻ ബി, സി ഇങ്ങനെ ഇരുത്തിക്കാം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി വേ ഓഫ് അറേഞ്ച്മെന്റ്. അല്ലെങ്കിൽ എനിക്ക് ബി എ സി ഇങ്ങനെ ഇരുത്തിക്കാം, അല്ലെങ്കിൽ സി എ ബി ഇങ്ങനെ ഇരുത്തിക്കാം. മീൻസ് എനിക്ക് ഡിഫറെന്റ് വേസ് ഓഫ് അങ്ങനെ അറേഞ്ച്മെന്റ് നടത്താൻ പറ്റും. ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് പ്രകാരം എൻട്രോപ്പി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. എത്ര തരത്തിൽ പാർട്ടിക്കിൾസിന് അറേഞ്ച്മെന്റ് നടത്താം, അതാണ് എൻട്രോപ്പിയുടെ ഡെഫിനിഷൻ. അപ്പൊ എ കുട്ടിയും ബി കുട്ടിയും സി കുട്ടിയും മീൻസ് 3 കുട്ടികളായ സമയത്ത് നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് 3 ഫാക്ടോറിയൽ വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് പോസിബിൾ ആണ്. എ ബി സി, ബി എ സി, സി എ ബി പിന്നെയും പറ്റും. 3 ഫാക്ടോറിയൽ മീൻസ് 1 into 2 into 3 6 വേ ഓഫ് അറേഞ്ച്മെന്റ് പറ്റും. അതേസമയം അവിടുത്തെ കുട്ടികളുടെ എണ്ണം ഞാൻ കൂട്ടുക, അതായത് ക്വാണ്ടിറ്റി അവിടെ ഞാൻ കൂട്ടി. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, 4 കുട്ടികളുണ്ട് നേരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവിടുത്തെ വേ ഓഫ് അറേഞ്ച്മെന്റ് യു വിൽ ഗെറ്റ് 4 ഫാക്ടോറിയൽ ഉണ്ടാകുക. 4 ഫാക്ടോറിയൽ ഇസ് 1 into 2 into 3 into 4 യു വിൽ ഗെറ്റ് 23, 6, 24. ദാറ്റ് മീൻസ് 24 വേ ഓഫ് അറേഞ്ച്മെന്റ് കിട്ടും. അങ്ങനെ നിങ്ങൾ നോക്ക്, ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ കൂടുന്നതനുസരിച്ചിട്ട് വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്നുണ്ട്. ആ വേ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിന് പറയുന്ന പേരാണ് എൻട്രോപ്പി സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ. ആ എൻട്രോപ്പി തന്നെയാണ് ഈ എൻട്രോപ്പിയും. Therefore we can say that quantity of the matter കൂടുന്നതനുസരിച്ചിട്ട് എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഐ ടോൾഡ് യു ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എന്ത് പ്രോപ്പർട്ടിയാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിന്റെ കാര്യം നിങ്ങൾ വേറെ തന്നെ പഠിച്ചോളും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. State function is nothing but it depends only on initial state and final state and is independent of part of the process. That is, you can say that generally enku parayam delta S is equal to S final minus S initial ആയിരിക്കും. ഫൈനൽ സ്റ്റേറ്റിന്റെ എൻട്രോപ്പി മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റിന്റെ എൻട്രോപ്പി ആണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഇവിടെ യു കനോട്ട് ഫൈൻഡ് ഔട്ട് അത്ര എളുപ്പത്തിൽ, പക്ഷെ പറ്റും. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചുകൊണ്ട് പറ്റും. പക്ഷേ അതൊരു ഇൻഡയറക്റ്റ് വേ ആണ്. ഡയറക്റ്റ് വേ ആയിട്ട് ഒരു സിസ്റ്റത്തിന്റെ ആബ്സല്യൂട്ട് എൻട്രോപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സിസ്റ്റം എക്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം എ എന്ന് പറയുന്നൊരു അവസ്ഥയിൽ നിന്ന് ബി എന്ന് പറയുന്ന മറ്റൊരു അവസ്ഥയിലേക്ക് പോയി എന്ന് വിചാരിക്കുക. എ സ്റ്റേറ്റ് നിന്ന് ബിയിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ എയുടെ എൻട്രോപ്പി എത്രയാണ്, അല്ലെങ്കിൽ ബിയുടെ എൻട്രോപ്പി എത്രയാണെന്ന് ഒരാൾ ചോദിക്കുക. ഐ മീൻസ് എസ് ഓഫ് എയും ചോദിക്കുകയാണ്, എസ് ഓഫ് ബിയും ചോദിക്കുകയാണ്.
നിങ്ങൾക്ക് ഒരൊറ്റ അടിക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റൂല. ഐ മീൻസ് യു കനോട്ട് സേ ദി ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻട്രോപ്പി ഓഫ് എ ആൻഡ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻട്രോപ്പി ഓഫ് ബി ഡയറക്ട്ലി. മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഒന്നാം ക്ലാസ് ആയിക്കോട്ടെ. ഒന്നാം ക്ലാസ്സിന്റെ ഒരു ക്ലാസ് റൂമിന്റെ എൻട്രോപ്പിയെ പറ്റിയാണ് പറയുന്നത്. അവിടെ കുറേ കുട്ടികളുണ്ട്. അവിടെ ആദ്യം ഞാൻ പറയുന്നു ഒരു മാഷ് ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികൾ ഏറെക്കുറെ എന്തായിരിക്കും ഓർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റിൽ ഇരുന്നിട്ടുണ്ടാവാം. എന്നാലും ചെറിയ ചെറിയ കളികളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും. എന്ത് തന്നെയാലും അങ്ങനെയാകുമ്പോൾ മാഷ് ക്ലാസ്സിലുള്ള സമയത്ത് ആ ക്ലാസ്സിന് ഒരു എൻട്രോപ്പി ഉണ്ട്. അത് എത്രയാണെന്ന് ഒരാൾ ചോദിക്കുക, അത്രയാന്ന് എൻട്രോപ്പി ചോദിക്കുക. എനിക്കൊരു ആബ്സല്യൂട്ട് വാല്യൂ പറയാൻ പറ്റൂല. ഇനി മാഷ് ക്ലാസ് നിന്ന് പുറത്തേക്ക് പോയി. അങ്ങനെയാകുമ്പോൾ ക്ലാസ്സിന്റെ അവസ്ഥ മാറി. കുട്ടികളൊക്കെ വളരെ ഡിസോർഡേർഡ് വേ ഓഫ് അറേഞ്ച്മെന്റിലാണ് ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിന്റെ എൻട്രോപ്പി ഇപ്പൊ ബി എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോയി. ആ സമയത്ത് ആ ക്ലാസ്സിനൊരു എൻട്രോപ്പി ഉണ്ടാവും. ഇതിന്റെ വാല്യൂ എത്ര നിങ്ങളോട് ചോദിക്കുക, പറയാൻ പറ്റില്ല. ഇതിന്റെ വാല്യൂ എത്ര ചോദിക്കുക, അതും പറയാൻ പറ്റില്ല. പക്ഷേ ഒരാളിങ്ങനെ ഒബ്സേർവ് ചെയ്യുക, ഈ ക്ലാസ്സിനെ മാഷ് ഉള്ള സമയത്തും ഒബ്സേർവ് ചെയ്യുക, മാഷ് പുറത്തു പോയ സമയത്തും ക്ലാസ്സിനെ ഒബ്സേർവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒബ്സേർവ് ചെയ്യുന്ന ആൾക്ക് ആ ക്ലാസ് റൂമിലുണ്ടായിരിക്കുന്ന മാറ്റം, ആ ചേഞ്ച് എത്രയാന്നുള്ള കാര്യം ഊഹിക്കാൻ പറ്റും. അതുപോലെ കുട്ടികളെ ഒരു സിസ്റ്റത്തിന് എ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്, ബി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. എ ബിയിലേക്ക് ചേഞ്ച് ചെയ്യുക. ഞാൻ പറയുന്നു എയുടെ എൻട്രോപ്പിക്ക് പറയാം എസ് എ, ബിയുടെ എൻട്രോപ്പിക്ക് പറയാം എസ് ബി. അങ്ങനെ ആകുമ്പോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി യു ക്യാൻ സേ ദാറ്റ് ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എസ് ബി മൈനസ് എസ് എ ആയിരിക്കണം അല്ലെ. ഈ ഡെൽറ്റ എസിന്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ ഒരാൾ പറയാണ് അതിന്റെ വാല്യൂ ആ ചേഞ്ച് മെഷർ ചെയ്തിട്ട് പറയാണ് ദാറ്റ് ഇസ് 5 എന്ന് പറയാം. ആ ചേഞ്ച് മെഷർ ചെയ്യാൻ പറ്റും. അതിന്റെ മെത്തേഡുകൾ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. 5 ആണെന്ന് പറയാം. ആ 5 ദാറ്റ് മീൻസ് ഈ വാല്യൂ മൈനസ് ഈ വാല്യൂ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ആ ചേഞ്ച് 5 കിട്ടിക്കേ. പക്ഷേ ഈ വാല്യൂ അറിഞ്ഞൂടാ, ഈ വാല്യൂ അറിഞ്ഞൂടാ. ഈ 5 കിട്ടണമെങ്കിൽ ഇത് 10 മൈനസ് 5 കിട്ടും, അല്ലെങ്കിൽ 12 മൈനസ് 7 കിട്ടും, അല്ലെങ്കിൽ 6 മൈനസ് 1 കിട്ടും. ദാറ്റ് മീൻസ് ഈ വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ, ഈ വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആ ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഡയറക്ട്ലി ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചേഞ്ച് മെഷർ ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എൻട്രോപ്പിയുടെ ആബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല, അത്ര എളുപ്പത്തിൽ പറ്റൂല. തേർഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഡയറക്റ്റ് വേ ഉണ്ട്. പക്ഷെ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയിലുള്ള ഒരു സിസ്റ്റത്തിന്റെ എൻട്രോപ്പി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. പക്ഷെ ആ സിസ്റ്റം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എൻട്രോപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യാനുള്ള മെത്തേഡുകൾ നമ്മൾ പഠിക്കും. ഓക്കെ, എൻട്രോപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു എസ് ചോദിക്കും. ഇങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഹൗ ഡസ് കാർനോട്ട് സൈക്കിൾ ലീഡ്സ് ടു ദി ഡെഫിനിഷൻ ഓഫ് എൻട്രോപ്പി? കാർനോട്ട് സൈക്കിളിനെ പറ്റി ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. അങ്ങനെയാണ് നമ്മൾ എൻട്രോപ്പിക്കുള്ള ഡെഫിനിഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ നോട്ട്സ് ഞാൻ പറയില്ല, ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഫോർ എ റിവേഴ്സിബിൾ കാർനോട്ട് സൈക്കിൾ ദാറ്റ് ഈസ് വർക്കിംഗ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ T1 ആൻഡ് T2 ആണെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിച്ചിരിക്കണം. അവസാനം കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് കാർനോട്ട് സൈക്കിളിന്റെ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം. ഈറ്റ ഈക്വൽ ടു ഇങ്ങനെ പഠിച്ചേ Q2 മൈനസ് Q1 ബൈ Q2 ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഈറ്റ ഈക്വൽ ടു അതേപോലെ തന്നെ ഈറ്റ ഈക്വൽ ടു T2 മൈനസ് T1 ബൈ T2 ഇങ്ങനെയും പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നു, ഇതും ഈറ്റയുടെ ഇക്വേഷൻ. ഈറ്റ മീൻസ് എഫിഷ്യൻസി, ഇതും എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇതും ഈറ്റയും ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് Q2 മൈനസ് Q1 ബൈ Q2 ഇസ് ഈക്വൽ ടു T2 മൈനസ് T1 ബൈ T2 ഇങ്ങനെ പറയാം. Where Q2 is the amount of heat absorbed by the system reversibly and isothermally at a temperature T2. Q1 is the amount of heat
released by the working substances at a reversibly and isothermally at a temperature T1. ആ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ Q2 ഇപ്പൊ ഇതിനെ കൂടെ Q2 ഡിവൈഡ് ബൈ Q2 മൈനസ് Q1 ബൈ Q2 അങ്ങനെ എഴുതാൻ പറ്റും. Q2 ഡിവൈഡ് ബൈ Q2 is 1 ആണ്. Therefore we can say that 1 minus Q1 by Q2 is equal to അതേപോലെ ഇവിടെയും T2 by T2 minus T1 by T2 അങ്ങനെ എഴുതാൻ പറ്റും. അത് നമുക്ക് ചുരുക്കി കഴിഞ്ഞാൽ 1 മൈനസ് T1 by T2 ഇങ്ങനെ എഴുതാൻ പറ്റും. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, വെട്ടിപ്പോട്ടെ. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, അതും വെട്ടിപ്പോട്ടെ. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദാറ്റ് Q1 by Q2 is equal to you will get T1 by T2 ഇങ്ങനെ കിട്ടും. T1 by T2 റെഡി. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഈ Q2 മേലോട്ട് കൊണ്ടുപോവാം. T1 താഴത്തെ കൊണ്ടുവരിക, Q2 മേലോട്ട് കൊണ്ടുപോവാം. യു വിൽ ഗെറ്റ് Q1 by T1 is equal to Q2 by T2 ആയിരിക്കും. എല്ലാവർക്കും പറയാം Q1 by T1 is equal to Q2 by T2 ആണെങ്കിൽ we can say that Q by T is a എന്തോന്ന് പറയാം, is a constant എന്ന് പറയാൻ പറ്റും, is a constant എന്ന് പറയാം. Therefore we can say that ഇങ്ങനെ ഇതിന് ശേഷം നിങ്ങൾ പറഞ്ഞേക്കാം the amount of heat absorbed or released reversibly and isothermally at a temperature T is always a constant. ഇതുവരെ നമ്മൾ പറഞ്ഞേക്കാം. ഓക്കെ, നമ്മൾ കണ്ടു Q by T is a constant എന്ന് കണ്ടു അല്ലേ. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ വീണ്ടും തിരിച്ചു പോകാൻ പോണേ. If Q2 amount of heat is absorbed by a system at a temperature of T2 അങ്ങനെ പറയാം, and Q1 amount of heat is released by the system reversibly and isothermally at a temperature of T1 ആണെങ്കിൽ you can say that Q2 divided by T2 is equal to minus Q1 divided by T1 ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടാവില്ല. I told you Q by T is a constant. അത് റിലീസ്ഡ് ആണെങ്കിലും അബ്സോർബ്ഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു that is Q2 by T2 is equal to that is നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കാര്യം ചെയ്യുന്നു, നമ്മൾ തൽക്കാലത്ത് നമ്മളെ സൈൻ കൺവെൻഷൻ കൊടുക്കുക. Q2 means amount of heat absorbed ആകുമ്പോൾ പ്ലസ് സൈൻ വേണം അല്ലേ. തൽക്കാലത്ത് ഞാൻ പ്ലസ് കൊടുക്കുന്നില്ല, അവിടെ വേണ്ട. അത് ടെമ്പറേച്ചർ ഓഫ് T2. റിലീസ്ഡ് ആയതുകൊണ്ട് ഞാനൊരു മൈനസ് സൈനും കൊടുത്തു, ദാറ്റ് ഈസ് മൈനസ് Q1 by T1 അങ്ങനെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതായത് ഈ Q by T is a constant ആണെങ്കിൽ ഈ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാർനോട്ട് സൈക്കിളിന്റെ കേസാണ് ഇനി പറയാൻ പോകുന്നത്. ഫോർ എ കാർനോട്ട് സൈക്കിള് നമുക്ക് ഇങ്ങനെ എഴുതി കൂട്ടണോ, Q2 T2 പ്ലസ് ഇതിനിപ്പം ഇപ്പുറം കൊണ്ടുവരാം Q1 by T1 is equal to എത്ര ആയിരിക്കും എന്നറിയോ, 0 ആയിരിക്കും. അതെ, ഈ വാല്യൂ ആയിട്ട് ഈക്വൽ ആണെങ്കിൽ ഇതിനെ നമ്മൾ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഇസ് Q2 by T2 പ്ലസ് Q1 by അതിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. Q1 by T1 is equal to 0 ആയിരിക്കും. നേരത്തെ പറഞ്ഞിരിക്കുന്നു ദാറ്റ് ഇസ് യു കൻ സേ ദാറ്റ് നമ്മൾ ഇങ്ങനെ പറയും ഇനി സിഗ്മ ഇതൊരു കോൺസ്റ്റന്റ്, ഇതും കോൺസ്റ്റന്റ് തന്നെയാ അല്ലെ. സിഗ്മ ജനറലി ഇങ്ങനെ പറയാം Q by T is equal to 0 ആയിരിക്കും ഒരു കാർനോട്ട് സൈക്കിളിന്. ഇവിടെ Q2 by T2 ആണ്, ഇത് Q1 by T1 ആണ്. പകരം നമ്മൾ ജനറലി പറയുന്നു സിഗ്മ Q by T is equal to 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ എ സൈക്ലിക് പ്രോസസ്, റിവേഴ്സിബിൾ സൈക്ലിക് പ്രോസസ്. റിവേഴ്സിബിളിന്റെ വാക്കൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ്. അതിൽ എ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അത് ബിയിലേക്ക് പോകുന്നു, ദാറ്റ് ഇസ് പാത്ത് 1. ഇത് പാത്ത് 1 എന്നാ പറയാ. ഒന്നാമത്തെ പാത്ത് കൂടി എ എന്ന് ബിയിലേക്ക് പോകുന്നു. എന്നിട്ട് ദാറ്റ് ഇസ് ഇവിടുന്ന് ബിന്ന് അത് തിരിച്ച് എയിലേക്ക് പോകുന്നു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയതുകൊണ്ടാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയാൻ കാരണം. ദാറ്റ് ഇസ് ബി ടു എയിലേക്ക് പോകുന്ന പാത്ത് എന്താണ്, പാത്ത് 2 ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക് അങ്ങനെയാകുമ്പോൾ പി ഇൻറ്റു വി അവിടെ വരച്ചിരിക്കുന്നത് പ്രഷറും വോളിയത്തിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി നോട്ട്, ഇത് എ ടു ബിയിലേക്ക് പോകുമ്പോൾ ബി ടു എയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് സെയിം ആണെന്ന് നിർബന്ധമില്ല അല്ലെ. വർക്ക് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഇറ്റ് ഇസ് എ പാത്ത് ഫംഗ്ഷൻ. അങ്ങനെയാകുമ്പോൾ ഈ പാത്തും ഡിഫറെന്റ് ആയതുകൊണ്ട് വർക്ക് ഡിഫറെന്റ് ആക്കി നോട്ട് റൈറ്റ്. അങ്ങനെയാകുമ്പോൾ എ ടു ബിയിലേക്കും ബി ടു എയിലേക്കും ആണ് പോകുന്നത്. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്.
റിവേഴ്സിബിൾ പ്രോസസ് ആണ്. നമ്മൾ ഇങ്ങനെ എഴുതേണ്ടത് കൺസിഡർ എ സൈക്ലിക് പ്രോസസ് ഇൻ വിച്ച് ദ സിസ്റ്റം മൂവ് ഫ്രം എ ടു ബി ആൻഡ് ദെൻ ബാക്ക് ടു ബി ടു എ. എന്നിട്ട് നിങ്ങൾ ഇത് വരച്ചേക്കുക, പാത്ത് 1 ആൻഡ് പാത്ത് 2 അവിടെ വരച്ചേക്കാം. Then we can say that this you can say നമ്മൾ ഒരു കാര്യം ചെയ്യുന്നേ, ഇങ്ങനെ വരക്കുക, ഇങ്ങനെ ഒരാൾ വരക്കുന്നു. Now next that is ഇങ്ങനത്തെ വേറൊന്ന് വരക്കുക. നെക്സ്റ്റ് ഇത് വീണ്ടും വരക്കുക, ഇങ്ങനെ ഇതിങ്ങനെ കുറേ ഇങ്ങനെ വരച്ചു വെക്കുക. ഇങ്ങനെ വരച്ചാലേ ഇതുപോലത്തെ ഒരു ഗ്രാഫ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ. ദാറ്റ് ഇസ് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഗ്രാഫിന് പറഞ്ഞ പേരല്ലേ വി കോൾ ഇറ്റ്, അങ്ങനത്തെ ഗ്രാഫിന്റെ പേരായിരുന്നല്ലോ കാർനോട്ട് സൈക്കിൾ. Therefore we can say that this cyclic process is comprises of large amount of എന്തെന്ന് Carnot cycle ആണ്. Then you studied that for each Carnot cycle sigma q by t is equal to 0 ആണ്. എല്ലാം എനിക്ക് പറയാം, that is q2 by t2 plus q1 by t1 is equal to 0 ആയിരിക്കും ഓരോ കാർനോട്ട് സൈക്കിളിനും. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കാർനോട്ട് സൈക്കിളിന്റെ കേസിൽ സിഗ്മ ക്യൂ ബൈ ടി 0 ആണ്, അല്ലെങ്കിൽ q2 by t2 പ്ലസ് q1 by t1 is equal to 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കേണ്ടിയ കൺസിഡർ അതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാം, ദിസ് cyclic process is comprises of a large number of Carnot cycle. For each Carnot cycle sigma q by t is equal to 0 or q2 by t2 plus q1 by t1 is equal to 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ കണ്ടു sigma q by t is equal to 0 അല്ലെ q2 by t2 plus q1 by t1 is equal to 0, sigma q by t is equal to 0 ആണ്. ഞാൻ പറയുന്നു, if this process is carried out at infinitesimally slowly, അത് നമ്മൾ വി കോൾ ഇറ്റ് ആസ് റിവേഴ്സിബിൾ പ്രോസസ് എന്നാ പറയല്ലേ, വളരെ സ്ലോ ആയിട്ടാണ് ഈ പ്രോസസ് നടക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇഫ് ദ പ്രോസസ് ഈസ് കാരിഡ് ഔട്ട് അറ്റ് ഇൻഫിനിറ്റിസ്മലി സ്ലോലി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ ഡി ക്യൂ ബൈ ടി ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെ എടുക്കണ്ടേ. അപ്പോൾ എന്തുകൊണ്ട് ഡി ക്യൂ പറയാൻ കാരണം, ക്യൂ മീൻസ് ഹീറ്റ് ചേഞ്ച് ആണ്, ഡി ക്യൂ മീൻസ് സ്മോൾ ചേഞ്ചസ് ഇൻ ഹീറ്റ് കുറച്ച് മാത്രമേ ചേഞ്ച് വരുത്തുന്നുള്ളൂ. അതിന്റെ ചെറുതായിട്ട് ഹീറ്റിന് ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ മൊത്തം തുക കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സിഗ്മ ഡി ക്യൂ ബൈ ടി ഈസ് ഈക്വൽ ടു 0. ടെമ്പറേച്ചറിൽ നിങ്ങൾ ഡി ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞേക്ക്, ഇവിടെ Q2 is the amount of heat absorbed isothermally. Q1 is the amount of heat absorbed isothermally. That means there is no temperature change അവിടെ വരാൻ പാടില്ല. For sigma dq by t is equal to 0 എന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ നോക്കുക, നിങ്ങൾ പറയാ is a cyclic process that is carried out in two pathways, A to B and B to A. A നിന്ന് B യിലേക്കും B നിന്ന് A യിലേക്കും ഉണ്ടായിരുന്ന രണ്ട് pathways കൂടിയാണ് ഈ cycle process carried out ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ you can say that this sigma dq by t എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ സിഗ്മക്ക് പകരം സിഗ്മ അഡിഷന് മറ്റൊരു ടൈമല്ലേ ഇന്റഗ്രേഷന്, ഇതിന് പകരം നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, ദാറ്റ് ഇസ് എ ടു ബി, എ എന്ന് ബിയിലേക്ക് പോകുന്നു. ഇത് എ എന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡി ക്യൂ ബൈ ടിയുടെയും പ്ലസ് ഇത് പാത്ത് 1 ആണ്, പാത്ത് 1 ഉണ്ടാകുന്ന ചേഞ്ച് പ്ലസ് ദാറ്റ് ഇസ് സിഗ്മ ബി ടു എ ഡി ക്യൂ ബൈ ടി, ഇത് പാത്ത് 2 ആയിരിക്കും, ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തൽക്കാലത്ത് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് അങ്ങ് വായിക്കളയാം, ഈ ടേംസ് മാത്രം നമ്മൾ എടുക്കുക. ഇന്റഗ്രൽ എ ടു ബി ഡി ക്യൂ ബൈ ടി പാത്ത്, ഇതിവിടെ പാത്ത് 1 ഇസ് ഈക്വൽ ടു മൈനസ്, ഇപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു ദിസ് വൺ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിപ്പം കൊണ്ടുവരുന്നത് മൈനസ് ആവും അല്ലെ, മൈനസ് ഇന്റഗ്രൽ ബി ടു എ ഡി ക്യൂ ബൈ ടി ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇനി കേൾക്കണേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് ബി ടു എന്നല്ലേ പറഞ്ഞത്, ഇത് നിങ്ങളൊരു കാര്യം ചെയ്യാം, ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ എ ടു ബി ഡി ക്യൂ ബൈ ടി പാത്ത് 1 ഇസ് ഈക്വൽ ടു ഇവിടെ നെഗറ്റീവ് സൈൻ ഇല്ലേ, ആ നെഗറ്റീവ് സൈനെ മാറ്റി ഞാൻ പോസിറ്റീവ് സൈൻ ആക്കുക. പോസിറ്റീവ് സൈൻ മാറ്റം ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി
ഈ ബി ടു എക്ക് പകരം എ ടു ബി ആയിട്ട് മാറും. ദാറ്റ് ഈസ് എ ടു ബി ഡി ക്യൂ ബൈ ടി, ദാറ്റ് ഈസ് പാത്ത് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ന് ബിയിലേക്ക് പോകുന്നുണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ചും എന്താ പറയുക, ഈക്വൽ ടു എൻട്രോപ്പി എന്നാണ് പറയുക. ഈ ഡി ക്യൂ ബൈ ടിക്ക് പറഞ്ഞ പേരാണ് ഈക്വൽ ടു എൻട്രോപ്പി. മനസ്സിലാക്കണേ, ഡി ക്യൂ ബൈ ടിക്ക് പറഞ്ഞ പേരാണ് എൻട്രോപ്പി. എന്ന് ബിയിലേക്ക് പോകുമ്പോണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചും ബി എന്ന് എയിലേക്ക് പോകുമ്പോണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചിന്റെ വാല്യൂം സെയിം ആണ്. അത് പാത്ത് 1ൽ കൂടി ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചും പാത്ത് 2ൽ കൂടി ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചും സെയിം ആണ്. ദാറ്റ് മീൻസ് എൻട്രോപ്പി ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എനിക്ക് പറയാം എൻട്രോപ്പി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങൾ ലാസ്റ്റ് പറയാ ഈ ഡി ക്യൂ ബൈ ടി, ഈ ഡി ക്യൂ ബൈ ടിക്ക് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ്, ദാറ്റ് ഈസ് അതിന് പറഞ്ഞ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഡി എസ് എന്നാണ് പറയാം. ഡി എസ് ഈസ് നത്തിങ് ബട്ട് എൻട്രോപ്പി ചേഞ്ച് എന്നാ പറയാം. ഓക്കെ, ഇതാണ് എഴുതിയിട്ടുണ്ട്. ദസ് ഇന്റഗ്രൽ എ ടു ബി ഡി ക്യൂ ബൈ ടി, ഇതിൽ പാത്ത് 1 വേണ്ടടാ. ഡി ക്യൂ ബൈ ടി ഇസ് എ definite quantity. This independent of path followed for the change and depends only upon the initial and final state of the system. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആണ് ഇത്. This function is called entropy and is represented by എനിക്ക് പറയാം ds, I means change in entropy എന്ന് പറയാൻ പറ്റും. That is ds is equal to dq by t എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Entropy change, ds is known as entropy change. Very small change ആണെങ്കിൽ ds is equal to dq by t. I mean change small ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ. അങ്ങനെ ആകുമ്പോൾ ദാറ്റ് ഇസ് ഇൻഫിനിറ്റിസ്ലി സ്മോൾ ആണെങ്കിൽ ആ പ്രോസസ്സ്. ഇഫ് ദ ചേഞ്ച് ഇസ് ബിഗ് ആണെങ്കിൽ dsന് പകരം എന്ത് കൊടുക്കാം, നമുക്ക് ഡെൽറ്റ എസ് എന്ന് കൊടുക്കാം. റെഡി? dqക്ക് പകരം എന്ത് കൊടുക്കാം, q എന്ന് കൊടുക്കാം. q റിവേഴ്സിബിൾ ആണ്. ഈ പ്രോസസ് ഒക്കെ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഡിവൈഡഡ് ബൈ ടി ആയിരിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് ഓഫ് ഡെൽറ്റ എസ്, എൻട്രോപ്പിയുടെ യൂണിറ്റ് ആണ്. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി അല്ലേ. ക്യൂ എന്ന് വെച്ചാൽ ഹീറ്റ് അല്ലേ, ഹീറ്റിന്റെ പറഞ്ഞ പേരല്ലേ, ഹീറ്റിന്റെ ഒരു എനർജി അല്ലേ, എനർജി യൂണിറ്റ് അല്ലേ ജൂള്. ദോ മേലെ ജൂളാ വേണ്ടി ഡിവൈഡഡ് ബൈ ടി മീൻസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കെൽവിനിലേ പാടുള്ളൂ. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് ജൂൾ കെൽവിൻ ഇൻവേഴ്സ്. ഇതാണ് ഇതിന്റെ യൂണിറ്റ്, ഡെൽറ്റ എസിന്റെ യൂണിറ്റ്. അല്ലെങ്കിൽ ജൂളിന് പകരം നമുക്ക് എന്ത് പറയാന്നറിയോ, എർഗ് പറയാം. അപ്പൊ എർഗ് കെൽവിൻ ഇൻവേഴ്സ് മറ്റൊരു യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ എർഗിന് പകരം നമുക്ക് എന്തും പറയാം, കാലറി എന്ന് പറയാം. അപ്പൊ കാലറി കെൽവിൻ ഇൻവേഴ്സ് മറ്റൊരു യൂണിറ്റ് ആണ്. പക്ഷെ ഇതാണ് നമ്മുടെ SI യൂണിറ്റ്. ഈ യൂണിറ്റ് നിങ്ങൾ കാര്യമായിട്ട് ഓർത്ത് വെക്കണ്ടേ. ഓക്കെ, നൗ എൻട്രോപ്പി ചേഞ്ച് ഫോർ ഐസോതെർമൽ എക്സ്പാൻഷൻ. അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് നമ്മൾ. that is delta S is equal to Q reversible by T ആണ് കണ്ടിട്ടുണ്ടായിരുന്നു. According to first law, delta U is equal to Q minus W. ഇങ്ങനെ സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, Q minus W. ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു 0 എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐസോതെർമൽ എക്സ്പാൻഷന് ഡെൽറ്റ യു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ Q റിവേഴ്സിബിൾ ആണേ. Q റിവേഴ്സിബിൾ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഡബ്ല്യു റിവേഴ്സിബിൾ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ Q റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു ഡബ്ല്യു റിവേഴ്സിബിൾ എന്ന് പറയാൻ പറ്റും. ഡബ്ല്യു റിവേഴ്സിബിളിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലടോ. ദാറ്റ് ഈസ് ഡബ്ല്യു റിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു RT ln V2 ഡിവൈഡ് ബൈ V1 പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ Q റിവേഴ്സിബിളിന് പകരം ഡബ്ല്യു റിവേഴ്സിബിൾ ഇവിടെ കൊടുക്കുക. ആ ഡബ്ല്യു റിവേഴ്സിബിളിന്റെ വാല്യൂ ഇവിടെ കൊടുത്തു പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് RT ln V2 ഡിവൈഡ് ബൈ V1 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡ് ബൈ T കിട്ടും. ഈ T കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ടിയും വെട്ടിപ്പോ. അങ്ങനെയാകുമ്പോൾ യു വിൽ ഗെറ്റ് R ln V2 ഡിവൈഡ് ബൈ V1 എന്ന് കിട്ടും. മനസ്സിലാക്കുക, ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനൊക്കെ ഒരു മോൾ ഗ്യാസിന്റെ കേസിലാണ് ഡബ്ല്യു റിവേഴ്സിബിൾ RT ln V2 ബൈ V1 കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ n നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ വട്ട് ഗെറ്റ് NRT എന്നുണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഈ ഇക്വേഷനിൽ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു NR ln V2 ബൈ V1 ആണ് ഡെൽറ്റ എസിന്റെ വാല്യൂ. ഇവിടെ ടെമ്പറേച്ചർ ഇല്ല, മനസ്സിലാക്കുക, വ്യത്യാസം മനസ്സിലാക്കുക. ഡബ്ല്യു റിവേഴ്സിബിളും ഇത് നമ്മുടെ വ്യത്യാസം. ഡബ്ല്യു റിവേഴ്സിബിളിൽ NRT ഉണ്ട് മേല,
ഇവിടെ ടി ഇല്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോബ്ലംസുകൾ ഏത് പരീക്ഷയ്ക്ക് പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കാര്യം പറഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു എൻട്രോപ്പി ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ഇതെന്ത് ചെയ്യുന്ന അറിയാം, ഈ സിസ്റ്റത്തിന് ഇപ്പോൾ ഒരു എൻട്രോപ്പി ഉണ്ട്, ദാറ്റ് ഈസ് ആബ്സൈറ്റ് ഇസ് എസ് ഇനീഷ്യൽ ആയിക്കോട്ടെ, അതിലൊരു ഗ്യാസ് ഉള്ളതെന്ന് ഇരിക്കുക. അതെന്ത് ചെയ്യുന്നു, ദാറ്റ് ഇസ് അത് എക്സ്പാൻഡ് ചെയ്യുന്നു, അങ്ങോട്ട് മേലോട്ടേക്ക് പൊങ്ങുന്നു നേരിക്കുക, മേലോട്ടേക്ക് പൊങ്ങുന്നു, ഇങ്ങോട്ടേക്ക് പൊങ്ങിയിട്ടുണ്ടേ, എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ആ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എത്രയിലേക്ക് പോയിട്ടുണ്ടാവും, എസ് ബിയിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്തറിയില്ല, എസ് എയുടെ വാല്യൂ അറിയില്ല, എസ് ബിയുടെ വാല്യൂ അറിയില്ല. പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് ഈ എക്സ്പാൻഡ് ചെയ്ത ആ അവസ്ഥയിലേക്ക് എത്തിയ സമയത്തുണ്ടാകുന്ന എൻട്രോപ്പിയുടെ ചേഞ്ച് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാ പറയുന്നത് അറിയാം, യുനോ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഈക്വേഷൻ അല്ലേ, ഇവിടെ എടുത്തുന്ന ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾസ് ഒന്നാന്ന് വിചാരിക്കുക, ഒരു മോൾ ആയിക്കോട്ടെ, അല്ലെ ഒന്നോ രണ്ടോ എത്ര ആയാലും കുഴപ്പമില്ല, നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം. ആർ എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റാ, അതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. എൽഎൻ V2 എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിന്റെ ഫൈനൽ വോളിയ, അതറിയാം. V1 മീൻസ് അതിന്റെ ഇനീഷ്യൽ വോളിയ, അപ്പൊ V1 അറിയാം, ഇപ്പൊ ഇതും അറിയാം, ഈ വാല്യൂ ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ഡെൽറ്റ എസ് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് എസ് ഐയും അറിഞ്ഞൂടാ, എസ് ബിയും അറിഞ്ഞൂടാ, പക്ഷെ ഡെൽറ്റ എസ് കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ആബ്സലൂട്ട് വാല്യൂ കാണാൻ പറ്റൂല, ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. ഇന്നൊരു കാര്യം ചെയ്യണം, ഈ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എൻ ആർ ഇൻറ്റു 2.303 ലോഗ് V2 ബൈ V1 ആണ് നമ്മൾ ഉപയോഗിക്കാറ് പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് പ്രോബ്ലം. 5 mol ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് റിവേഴ്സിബിളി ഫ്രം 8 dm cube to 80 dm cube at a temperature of 27 degrees Celsius. Calculate the change in entropy ആണ്. ഇവിടെ എൻട്രോപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ഇത് വെരി സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് എല്ലാ ടെസ്റ്റുകളും ചോദിച്ചത്. ഞാൻ കഴിഞ്ഞ ജാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു യുനോ എൻ ആർ 2.303 ലോഗ് V2 ബൈ V1 ആണ് അല്ലേ. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ വോളിയം 8 dm ക്യൂബാ, V1 വാല്യൂ ഇസ് ഈക്വൽ ടു 8 dm ക്യൂബ്. നിങ്ങൾ കാര്യം മനസ്സിലായിക്കോ, dm ക്യൂബ് തന്നെ എന്താണെന്ന് അറിയോ നിങ്ങൾ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആരേന്യ ലിറ്റർ ഏന്യ കേട്ടോ. ഒരു dm ക്യൂബ് ഇസ് നത്തിങ് ബട്ട് 1 ലിറ്റർ ആണ്. ഒരു dm ക്യൂബ് 1 ലിറ്റർ ആണ്. അപ്പോൾ 8 dm ക്യൂബ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 8 ലിറ്റർ ആണ്. പക്ഷെ ഇവിടെ യൂണിറ്റ് ഇപ്പം ലിറ്ററിന് മീറ്റർ ക്യൂബ് ആക്കാൻ വലിയ കാര്യമൊന്നുമില്ല, കാരണം മേലെയും വോളിയുണ്ട് താഴെയും വോളിയ, അപ്പോൾ യൂണിറ്റുകൾ തമ്മിൽ വെട്ടിപ്പോ യൂണിറ്റ് നമ്മൾ കാര്യമായിട്ടുള്ള അവിടെ റോളില്ല. അപ്പോൾ 8 ലിറ്റർ ആണ് 8 dm ക്യൂബ്. അതേപോലെ നമ്മൾ സെന്റിമീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ എത്രയെന്ന് അറിയാം, ml ആണ്. അത് മനസ്സിലാക്കുക. dm ക്യൂബ് ലിറ്റർ ആണ്, സെന്റിമീറ്റർ ക്യൂബ് ml ആണ്, മനസ്സിലാക്കി വെക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ V2 വാല്യൂ 8 ആണ്, 80 സോറി. ഇപ്പം ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ എന്നിന്റെ വാല്യൂ നമ്പർ ഓഫ് മോൾ, അപ്പോൾ തുടങ്ങിയിരിക്കുന്ന 5 മോളാണ്. അപ്പോൾ 5 ഇൻറ്റു റൈറ്റ് ആറിന്റെ വാല്യൂ എത്ര കൊടുക്കുക, നമ്മൾ 8.314 കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്ന ഉത്തരം പിന്നെ ഈ ജൂൾ കെൽവിൻ ഇൻവേഴ്സ് കൊടുത്താൽ മതി. 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് അല്ലേ ഇതിന്റെ യൂണിറ്റ് അല്ലേ. ഇവിടെ 5 മോളും ഉണ്ട്, 5 മോളുണ്ട്. നെക്സ്റ്റ് ഇൻറ്റു 2.303 ലോഗ് എന്താ കിട്ടുമെന്ന് അറിയാം, 80 ഡിവൈഡഡ് ബൈ 8 കിട്ടും. നിങ്ങൾ ഇവിടെ നോക്കാം. അപ്പോൾ വിൽ ഗെറ്റ്, അപ്പോൾ 8 30 ഏകദേശം, അല്ല സോറി 40 2 വിൽ ഗെറ്റ് 80 സംതിങ് കിട്ടും. ഒരു 90 സംതിങ് എങ്ങനെ കിട്ടും, അത് 90 സംതിങ് കിട്ടും. ഒരു 95 അങ്ങാണ് ഇതിന്റെ വാല്യൂ കിട്ടുക, 95 കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ ലോഗ് 80 ബൈ 8 അത്ര കിട്ടുക, ലോഗ് 10 കിട്ടുക. 80 ബൈ 8 ഇസ് ഈക്വൽ ടു വിൽ ഗെറ്റ് 10 കിട്ടും. ലോഗ് 10 എന്ന് വെച്ചാൽ 1 അല്ലേ, അപ്പോൾ ലോഗ് 10 എന്ന് വെച്ചാൽ 1, അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈനലി വിൽ ഗെറ്റ് 95 കിട്ടും. ഇനി നമുക്ക് എന്ത് യൂണിറ്റിനെ പറ്റി നോക്കണ്ടേ, ഇവിടെ മോളുണ്ട് അല്ലേ, ഇവിടെ മോളുണ്ട് റൈറ്റ്. പിന്നെ ജൂളുണ്ട്, കെൽവിൻ ഇൻവേഴ്സ് ഉണ്ട്, മോൾ ഇൻവേഴ്സ് ഉണ്ട്. ഇവിടുത്തെ യൂണിറ്റും വെട്ടിപ്പോവും, ഒന്നും ബാക്കി ഉണ്ടാവില്ല. മോൾ ഇൻവേഴ്സും വെട്ടിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഏകദേശം 95 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് ആണ് കിട്ടുക. ബാക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഭാഗത്തിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, ആ സമയത്ത് ചെയ്യാം. ഇതാണ് ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതി, ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു NRLN V2 ബൈ V1 അല്ലേ. അങ്ങനെയാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആൻസർ പോസിറ്റീവായില്ലേ കിട്ടിയിരിക്കുന്നത് അല്ലേ. അതിന്റെ കാരണം എത്ര മാത്രമേ ഉള്ളൂ, V2 വിൽ ബി ഹയർ ദാൻ V1 ആയതുകൊണ്ടാ.
അതായത് വോളിയം കൂടുതലാണ് V1നേക്കാൾ, ഐ മീൻസ് ഇനീഷ്യൽ വോളിയത്തിൽ എക്സ്പാൻഷൻ സമയത്ത്, അങ്ങനെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു പോസിറ്റീവാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രോപ്പി പോസിറ്റീവ് മീൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി കംപ്രഷൻ എന്നിരിക്കുക, ഇതിനെ ഇങ്ങോട്ട് താഴ്ത്തുകയാണെങ്കിൽ ഈ ഇക്വേഷന് നിങ്ങൾ മാറ്റമൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇവിടെ V2 ഉണ്ട്, ഇവിടെ V1 ഉണ്ട് അല്ലേ. കംപ്രഷൻ ആണെങ്കിൽ ഏതാണ് കൂടുതൽ? V1 ഹയർ ദേൻ ആരെക്കാട്ടും? V2നേക്കാട്ടും. ദാറ്റ് ഈസ് V1 ഈസ് ഹയർ ദേൻ V2 ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ln V2/V1 നിങ്ങൾ ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഒരു നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തം ഒരു നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഡ്യൂറിങ് കംപ്രഷൻ ഡെൽറ്റ എസ് വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. അതായത് ഹൈ വോളിയത്തിലുള്ള ഒരു ഗ്യാസ്, അവിടെ മോളിക്കുളെല്ലാം ഭയങ്കര റാൻഡം മോഷനല്ല, തോന്നിയ പോലത്തെ മോഷനാണ്. ഇതിനങ്ങ് താഴ്ത്തിക്കളയാ. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഫ്രീഡം കുറഞ്ഞില്ലടോ, അപ്പോൾ റാൻഡംനെസ്സും കുറയുന്നുണ്ട്, ഐ മീൻസ് എൻട്രോപ്പി കുറയുന്നുണ്ട്. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് ഫേസ് ട്രാൻസിഷൻ ആണ്. ഫേസ് ട്രാൻസിഷൻ മീൻസ് സോളിഡ് ലിക്വിഡ് ആവുക, ലിക്വിഡ് ഗ്യാസ് ആവുക, സോളിഡ് ഗ്യാസ് ആവുക. 3 ഫേസ് ട്രാൻസിഷനെ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഒന്നാമത് പറയുന്നു എൻതാൽപ്പി അല്ല, സോറി, എൻട്രോപ്പി ഓഫ് എന്തോന്ന് ഫ്യൂഷൻ എന്ന് പറയാം. ഫ്യൂഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ച്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട്, നിങ്ങൾ ഒരു മോള് എന്തെടുക്കുക, ഒരു സോളിഡ് വസ്തു എടുക്കുക, അതിന് നിങ്ങൾ ചൂടാക്കുമ്പോൾ അത് ഉരുകി ലിക്വിഡായിട്ട് മാറും. സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരല്ലേ വി കോൾ ഇറ്റ് ആസ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. അങ്ങനെ ആ സമയത്ത് അവിടെ ഒരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവും. അതിനാ പറയുന്ന പേര് വി കോൾ ഇറ്റ് ആസ് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ. ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് ദി എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് ദി കൺവേർഷൻ ഓഫ് 1 mole of a solid into liquid at its melting point. അല്ലെങ്കിൽ മറ്റൊരു പേരും പറയും ഫ്യൂഷൻ പോയിന്റ് എന്നും പറയും. നമ്മൾ ഫ്യൂഷൻ പോയിന്റ് എന്ന് പറയും. ഫ്യൂസിയ മീൻസ് ഉരുകിപ്പോവുക. അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഓർ ഫ്യൂഷൻ പോയിന്റ് ഈസ് നോൺ ആസ് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്നാണ് പറയാം. അങ്ങനെയാകുമ്പോൾ അതിനൊരു ഇക്വേഷൻ വേണം അല്ലേ. നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആയിരുന്നു. ഇനി മനസ്സിലാക്കുക, ക്യൂക്ക് പകരം എന്തെന്നും പറയാം? എൻതാൽപ്പി എന്നും പറയാം, എൻതാൽപ്പി ചേഞ്ച് എന്നും പറയാം. അങ്ങനെയാകുമ്പോൾ ഈ കേസിലെ ഇക്വേഷൻ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് എഫ് ഡിവൈഡഡ് ബൈ ടി. ടിക്ക് പകരം ടി എം എന്ന് പറയാം. മെൽറ്റിംഗ് പോയിന്റിൽ ചെയ്തിരിക്കുന്നത് ഈ ഡെൽറ്റ എച്ച് എഫിന് പറയുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് ലേറ്റന്റ് പറഞ്ഞ പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. അല്ലെങ്കിൽ മറ്റൊരു പേര് മോളാർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയും. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളോട് ചോദിക്കാം. ഇത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രമേ നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത് നോക്കണ്ടേ. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് എഫ് ബൈ ടി എം ആണ്. ഓക്കെ, രണ്ടാമത്തെ എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ ആണ്. അങ്ങനെയാകുമ്പോൾ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എന്തെന്നാ, ഒരു മോള് ലിക്വിഡ് എന്തായിട്ട് മാറണം, ഒരു മോള് വേപ്പറായിട്ട് മാറുമ്പോഴുള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് പോയിന്റിലാണ് ലിക്വിഡ് വേപ്പറായിട്ട് മാറുക? അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാറ്റ് ഈസ് ഡെൽറ്റ എസ് വി എന്ന് പറയാം. എസ് വി മീൻസ് എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ ഇസ് ഈക്വൽ ടു, യു ക്യാൻ സേ ദാറ്റ് ഡെൽറ്റ എച്ച് വി ബൈ ടി ബി എന്നാണ് നമ്മൾ കൊടുക്കുക. ഡെൽറ്റ എച്ച് വി ബൈ ടി ബി ഇസ് നോൺ ആസ് എൻതാൽപ്പി ഓഫ് വേപ്പർ എന്ന് പറയാം. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലെ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും. ഡെൽറ്റ എച്ച് വി ടി ബി മീൻസ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ സംഭവമുണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ എസ് സബ്ലിമേഷൻ. ചില വസ്തുക്കളിൽ സോളിഡ് നിന്ന് ഡയറക്റ്റ് ഗ്യാസിലേക്ക് പോകും, ഉദാഹരണം കർപ്പൂരമൊക്കെ. ആ കേസിൽ യു ക്യാൻ സേ ദാറ്റ് ഡെൽറ്റ എച്ച് എസ് യു ബി ഡിവൈഡഡ് ബൈ ടി എസ് യു ബി. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് സബ്ലിമേഷൻ ടെമ്പറേച്ചർ നിങ്ങൾക്ക് തരും. അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ ഉണ്ട്, എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ ഉണ്ട്, എൻട്രോപ്പി ഓഫ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫ്യൂഷൻ ഉണ്ട്. ഇത് കൂടാതെ ഓരോ പ്രോസസ്സിനും നമുക്ക് ഇങ്ങനെ ഫേസ് ചേഞ്ച്. ഉദാഹരണം ഒരാളെ പറയാണ് ഡെൽറ്റ എസ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയാം. Crystallization is nothing but it is the entropy change when liquid changes to crystal. Liquid crystals ആയിട്ട് മാറുമുണ്ടാകുന്ന entropy change. അതേപോലെ തന്നെ ഒരാൾ പറയാണ് ഡെൽറ്റ എസ് കണ്ടൻസേഷൻ എന്ന് പറയാം. കണ്ടൻസേഷൻ
കണ്ടൻസേഷൻ ഈസ് നത്തിങ് ബട്ട് എവിടത്തേക്ക് പോവാണെങ്കിൽ ദാറ്റ് ഈസ് ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് പോകുമ്പോൾ കണ്ടൻസേഷൻ എന്നാ പറയാം. അതേപോലെ തന്നെ ഗ്യാസ് നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോഴും കണ്ടൻസേഷൻ എന്നാ പറയാം. ആ സമയത്തുള്ള വല്ലാണ് എൻട്രോപ്പി ഓഫ് കണ്ടൻസേഷൻ. നമുക്കുള്ളൊരു കാര്യം ചോദിക്കാം, അതായത് സോളിഡ് നിന്ന് ലിക്വിഡിലേക്ക് പോകും, ദാറ്റ് ഇസ് ഈക്വൽ ടു ഫ്യൂഷൻ. ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകും, ദാറ്റ് ഇസ് അഗൈൻ വേപ്പറൈസേഷൻ. സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകുന്നു. ഈ 3 പ്രോസസ് നടക്കുമ്പോഴും സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുമ്പോൾ എൻട്രോപ്പി കൂടുതലോട് ചെയ്യുക. ലിക്വിഡിനല്ല എൻട്രോപ്പി കൂടുതൽ സോളിഡിനേക്കാൾ. ലിക്വിഡ് ഗ്യാസിലേക്ക് പോകുമ്പോൾ എൻട്രോപ്പി കൂടുന്നുണ്ട്, സോളിഡ് ഗ്യാസിലേക്ക് പോകുമ്പോൾ എൻട്രോപ്പി കൂടുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യം പറഞ്ഞതും ഈ രണ്ടും മൂന്നും ഫസ്റ്റ് പറഞ്ഞതും ഈ 3 കേസിലും ആ പറഞ്ഞിരിക്കുന്ന എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓർത്ത് വെക്കണേ. അതേസമയം ക്രിസ്റ്റലൈസേഷൻ ആണെങ്കിൽ, ക്രിസ്റ്റലൈസേഷൻ മീൻസ് ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്കാണ് പോകുന്നത്. അങ്ങനെയാകുമ്പോൾ സോളിഡിന് എൻട്രോപ്പി കുറവാ, ലിക്വിഡിന് കൂടുതലാ. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂയിലേക്ക് കിട്ടുക. അപ്പൊ ഈ കേസിൽ നെഗറ്റീവ് വാല്യൂ കിട്ടുക. കണ്ടൻസേഷന്റെ കേസിലും എന്ത് വാല്യൂ തന്നെ കിട്ടുക? നെഗറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 പ്രോബ്ലംസ് തരാം, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ എൻട്രോപ്പിയുടെ ഭാഗം ഇവിടെ അവസാനിക്കുന്നില്ല. എൻട്രോപ്പിയുടെ ഫസ്റ്റ് പാർട്ടാണിത്. ഒരു പാർട്ടും കൂടെ എടുത്താൽ മാത്രമേ എൻട്രോപ്പി പൂർണ്ണമാകുള്ളൂ. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരുന്നത് പ്രോബ്ലംസും ഡിഫറെന്റ് ടൈപ്സിലുള്ള റിലേഷൻസ് ഒക്കെ വരുന്നത് അടുത്ത ഭാഗത്തിലാണ്. ഓക്കെ, ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ദി എൻട്രോപ്പി ചേഞ്ച് ഇൻ മെൽറ്റിംഗ് ഓഫ് 1 kilogram ഓഫ് ഐസ്. ഇവിടെ 1 മോൾ എന്നല്ല പറഞ്ഞിരിക്കുന്ന, 1 കിലോഗ്രാമിന്റെ കേസിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു മോളിന്റെ ആകുമ്പോൾ നമ്മൾ മോളാർ എൻതാൽപ്പി ഓഫ് എൻട്രോപ്പി ഓഫ് ഒക്കെ പറയാം അല്ലെ. ഇപ്പോൾ 1 kilogram ഓഫ് ഐസ് അറ്റ് 0 degree Celsius. ഇനി ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ഈസ് 334.7 ജൂൾ ഗ്രാം ഇൻവേഴ്സ് ആണ്. അതായത് 1 ഗ്രാമിന്റെ പെർ ഗ്രാം അല്ലേ, പെർ ഗ്രാം 1 ഗ്രാമിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ 1 കിലോഗ്രാം ഐസ് 0 degree Celsiusൽ മെൽറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച്. അത് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, കാൽക്കുലേറ്റ് ദി എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് the evaporation of 1 mole water at 100 degree Celsius. Heat of evaporation of water is 2259 ജൂൾ ഗ്രാം ഇൻവേഴ്സ് ആണ്. അപ്പം ഈ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, ഗ്രാം ഇൻവേഴ്സ് തന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 1 മോളിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ലോജിക്കലി വെരി സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇതാണ് പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യാം. ഓക്കെ, റൈറ്റ്, താങ്ക് യു.